നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജിന്നുമ്മയും കൂട്ടുപ്രതികളും ജാമ്യത്തിനായി ജില്ലാ കോടതിയിലേക്ക്. തെളിവെടുപ്പിനിടെ അന്വേഷണ സംഘം വിവിധ ജ്വല്ലറികളിൽ നിന്നും സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നുമായി കണ്ടെടുത്തത് 103 പവൻ സ്വർണം. കാസർഗോഡ് ആദൂർ മൂലടുക്കത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ട സംഭവത്തിൽ ദുരൂഹത. മകന്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് മാതാവിന്റെ മൊഴി. വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടത്തും. കേരള ഗ്രോ ബ്രാൻഡ് ചെയ്ത ഉൽപ്പന്നങ്ങളുടെ സഞ്ചരിക്കുന്ന വിൽപ്പന കേന്ദ്രത്തിന്റെ പ്രവർത്തനോദ്ഘാടനം കാസർഗോഡ് കളക്ടറേറ്റ് പരിസരത്ത് നടന്നു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി ഒരു വിദ്യാലയത്തിൽ FM റേഡിയോ പ്രോഗ്രാം. മഞ്ചേശ്വരം ഉദയ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് FM റേഡിയോ പ്രോഗ്രാം ആരംഭിച്ചത്. കുഞ്ചത്തൂർ മഅ്ദിനുൽ ഉലൂം മദ്രസ സമസ്ത വിദ്യാഭ്യാസ ബോർഡിനാൽ അംഗീകരിക്കപ്പെട്ടതിന്റെ 50ാം വാർഷിക നിറവിൽ 4 ദിവസത്തെ ആഘോഷങ്ങൾക്ക് തുടക്കം. കാഞ്ഞങ്ങാട് കൊളവയൽ പൊയ്യക്കരയിലെ വിസ്മയ കാഴ്ചയായി ഗംഗാധരന്റെ ചീരപ്പാടം. പൊയ്യക്കരയിലെ 20 സെന്റ് സ്ഥലത്താണ് ഗംഗാധരൻ ചീര വിളയിച്ചത്. വാർത്തകൾ വിശദമായി. ജിന്നുമ്മയും കൂട്ടുപ്രതികളും ജാമ്യത്തിനായി ജില്ലാ കോടതിയിലേക്ക്. പോലീസ് കസ്റ്റഡി കാലാവധി തീർന്നതോടെ ഇവരെ കഴിഞ്ഞ ദിവസം ഹോസ്ദുർഗ് കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ജാമ്യാപേക്ഷ നൽകിയെങ്കിലും കോടതി തള്ളുകയും ചെയ്തു. ഇതോടെയാണ് പ്രതികൾ ജാമ്യത്തിനായി ജില്ലാ കോടതിയെ സമീപിക്കുന്നത്. 3 ദിവസത്തെ തെളിവെടുപ്പിനിടെ അന്വേഷണ സംഘം വിവിധ ജ്വല്ലറികളിൽ നിന്നും സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നുമായി 103 പവൻ സ്വർണം കണ്ടെടുത്തിട്ടുണ്ട്. പ്രവാസി വ്യവസായി പൂച്ചക്കാട്ടെ MC അബ്ദുൽ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ ബാര മീത്തൽ മാങ്ങാട്ടെ KH ഷമീന എന്ന ജിന്നുമ്മ, ഭർത്താവ് TM ഉബൈസ്, PM അസ്നിഫ, ആയിഷ എന്നിവർ ജാമ്യത്തിനായി ജില്ലാ കോടതിയെ സമീപിക്കുവാനുള്ള ഒരുക്കത്തിൽ. പോലീസ് കസ്റ്റഡി കാലാവധി തീർന്നതോടെ ഇവരെ കഴിഞ്ഞ ദിവസം ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കുകയും കോടതി ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ജാമ്യാപേക്ഷ നൽകിയെങ്കിലും കോടതി തള്ളുകയും ചെയ്തു. ഇതോടെയാണ് പ്രതികൾ ജാമ്യത്തിനായി ജില്ലാ കോടതിയെ സമീപിക്കുന്നത്. 2 ദിവസത്തിനകം ജാമ്യഹർജി നൽകുമെന്നാണ് വിവരം. 3 ദിവസത്തെ തെളിവെടുപ്പിനിടെ അന്വേഷണ സംഘം വിവിധ ജ്വല്ലറികളിൽ നിന്നും സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നുമായി 103 പവൻ സ്വർണം കണ്ടെടുത്തിട്ടുണ്ട്. അബ്ദുൽ ഗഫൂർ ഹാജിയിൽ നിന്നും പ്രതികൾ 596 പവൻ സ്വർണം കൈക്കലാക്കിയതായാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഈ സ്വർണം വിവിധ ജ്വല്ലറികളിലും സഹകരണ സ്ഥാപനങ്ങളിലുമായി വിൽക്കുകയും പണയപ്പെടുത്തുകയും ചെയ്തു. കാസർകോട്ടെ 3 ജ്വല്ലറികളിലും ചട്ടഞ്ചാലിനടുത്തെ ഒരു സഹകരണ സ്ഥാപനത്തിലും പ്രതികളുമായി നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ സ്വർണം കണ്ടെടുത്തത്. സഹകരണ സ്ഥാപനത്തിൽ നിന്നും 10 പവൻ സ്വർണമാണ് കണ്ടെത്തിയത്. മുഴുവൻ സ്വർണവും കണ്ടെടുക്കുന്നതിനും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനുമായി പ്രതികളെ 10 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടാണ് കാസർഗോഡ് DCRB DYSP KJ ജോൺസൺ ഹോസ്ദുർഗ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയത്. എന്നാൽ കോടതി 3 ദിവസം മാത്രമാണ് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടത്. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനാൽ തെളിവെടുപ്പ് തൽക്കാലം നിർത്തി. പ്രതികൾക്ക് ഒത്താശ ചെയ്ത ചിലരെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ട്. ചിലരെ കൂടി കേസിൽ പ്രതി ചേർക്കുമെന്നാണ് സൂചന. അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്താണ്. അവധി കഴിഞ്ഞെത്തി പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വിട്ടുകിട്ടുവാൻ കോടതിയിൽ അപേക്ഷ നൽകും. അതിനിടെ കൊല്ലപ്പെട്ട അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മാതാവ് കുൽസുമയെ കേസിൽ കക്ഷി ചേർക്കുവാൻ ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ആദൂർ മൂലടുക്കത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ട സംഭവത്തിൽ ദുരൂഹത. മകന്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് മാതാവ് മൊഴി നൽകിയിട്ടുണ്ട്. പോലീസ് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മരണം കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5:30 മണിയോടെയാണ് മൂലടുക്കം കാവുപ്പടിയിലെ എടനീർ അബ്ദുള്ളയുടെ മകൻ റാഷിദിനെ മരിച്ച നിലയിൽ കണ്ടത്.
മൂലടുക്കം പുഴക്കര റോഡിലെ കാടുനിറഞ്ഞ സ്ഥലത്തെ മരച്ചുവട്ടിലായിരുന്നു മൃതദേഹം കാണപ്പെട്ടത്. ഇരു കാലുകളിലും പരിക്കേറ്റ നിലയിലാണ് മൃതദേഹമുണ്ടായിരുന്നത്. മാതാവും മറ്റും താമസിക്കുന്ന വീടിന്റെ താഴെയുള്ള തറവാട്ട് വീട്ടിൽ റാഷിദ് തനിച്ചായിരുന്നു താമസം. ഉച്ച കഴിഞ്ഞിട്ടും ഭക്ഷണം കഴിക്കുവാൻ യുവാവ് എത്താത്തതിനാൽ മാതാവും മറ്റും അന്വേഷിച്ചു ചെന്നപ്പോഴാണ് രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിക്കുന്നതിനായി മുകൾ ഭാഗത്ത് എത്തിച്ചിരുന്നുവെങ്കിലും മരിച്ചതായി ബോധ്യപ്പെട്ടതിനാൽ ആത്തൂർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് ബേക്കൽ ഡിവൈഎസ്പി വി മനോജ്, ആത്തൂർ ഇൻസ്പെക്ടർ കെ സുനുമോൻ, SI കെ വിനോദ് കുമാർ എന്നിവർ സ്ഥലത്തെത്തി മൃതദേഹം പരിശോധിച്ചു. ശരീരത്തിൽ മുറിവ് കാണപ്പെട്ടതാണ് മരണത്തിൽ ദുരൂഹതയുയർത്തുന്നത്. മുറിവുണ്ടായത് എങ്ങനെയാണെന്ന് വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ പോലീസ് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരള ഗ്രോ ബ്രാൻഡ് ചെയ്ത ഉൽപ്പന്നങ്ങളുടെ സഞ്ചരിക്കുന്ന വിൽപ്പന കേന്ദ്രത്തിന്റെ പ്രവർത്തനോദ്ഘാടനം കാസർഗോഡ് കളക്ട്രേറ്റ് പരിസരത്ത് നടന്നു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഗ്രോ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ ജില്ലാതല വിപണന കേന്ദ്രം നീലേശ്വരത്ത് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഉൽപ്പന്നങ്ങൾ ഗുണഭോക്താക്കളുടെ അരികിൽ നേരിട്ട് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സഞ്ചരിക്കുന്ന വിൽപ്പന കേന്ദ്രം കൂടി ആരംഭിച്ചത്. നീലേശ്വരം താലൂക്ക് ആശുപത്രിക്ക് സമീപം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള വനിതാ വിപണന കേന്ദ്രം കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന കേരള ഗ്രോ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രത്തിന് ഇനി മുതൽ സഞ്ചരിക്കുന്ന വിൽപ്പന കേന്ദ്രവും. ഈ മൊബൈൽ സെയിൽസ് കൗണ്ടറിന്റെ പ്രവർത്തനോദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. കാസർഗോഡ് കളക്ട്രേറ്റ് പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. മായം കലക്കാതെ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുക എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കേരള അഗ്രോ ഒരു ബ്രാൻഡഡ് ഷോപ്പ് സർക്കാർ നടപ്പിലാക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് സർവീസ് കിട്ടണം, നമ്മുടെ ഡോർ സ്റ്റെപ്പിലേക്ക് സർവീസ് കിട്ടണം എന്നാണ് ഇപ്പോൾ ഒരു പുതിയതായിട്ട് വരുന്ന ഒരു ട്രെൻഡ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ ആളുകൾ വാങ്ങിക്കണം, വീട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ നല്ലതാണ്. കാരണം നമ്മളിങ്ങനെ ഈ ഒരു സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് ഒരു ക്വാളിറ്റി സാധനം കിട്ടുന്നത് മാത്രമല്ലാതെ ഇതിൻ്റെ ഒരു ഗുണം കർഷകർക്ക് കിട്ടുന്നുണ്ട് എന്നത് കൂടിയാണ്. അപ്പോൾ കർഷകർക്ക് ഇത് നേരിട്ട് ഇതിൻ്റെ ഒരു മിഡിൽമാൻ, നമ്മൾ പറയണത് ഒരു മിഡിൽമാൻ ഇല്ലാത്ത രീതിയിൽ അവരുടെ പ്രോഡക്റ്റ്സ് നേരിട്ട് തന്നെ ഇവിടെ വന്ന് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഈ നമ്മൾ പൈസ കൊടുക്കുന്നതിൽ ഒരു കൂടുതൽ ഷെയർ ഈ കർഷകർ കിട്ടുകയാണ്. അതാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഗുണം ജനങ്ങൾക്കും അതുപോലെ തന്നെ കർഷകർക്കും ഉള്ള ഒരു നല്ല ഒരു പദ്ധതിയാണ്. കാസർഗോഡ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രാഘവേന്ദ്ര P അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ജ്യോതികുമാരി KN സ്വാഗതം പറഞ്ഞു. ആത്മ കാസർഗോഡ് പ്രൊജക്ട് ഡയറക്ടർ സുരേന്ദ്രൻ ആശംസയർപ്പിച്ച് സംസാരിച്ചു. നീലേശ്വരം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിന്ദു K നന്ദി പറഞ്ഞു. മൊബൈൽ സെയിൽസ് കൗണ്ടറുകൾ വഴി കൂടി ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നതോടെ ഈ പദ്ധതിയുടെ ഗുണം ജനങ്ങൾക്ക് കൂടുതൽ ലഭ്യമാകുമെന്നും കർഷകരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനും ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടും കൂടിയാണ് കേരള ഗ്രോ ബ്രാൻഡ് പ്രവർത്തിക്കുന്നതെന്നും കാസർഗോഡ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ KN ജ്യോതികുമാരിയും നീലേശ്വരം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K ബിന്ദുവും KCN ന്യൂസിനോട് പറഞ്ഞു. കർഷകരും കർഷക കൂട്ടായ്മകളും FPOകൾ കൃഷിക്കൂട്ടങ്ങൾ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുക, കർഷകർക്ക് നല്ല വില ലഭ്യമാക്കുക, കൂടാതെ ഗുണഭോക്താക്കൾക്ക് ഇത് ഉപയോഗിക്കുന്നവർക്ക് അവരുടെ ആരോഗ്യ സംരക്ഷണവും കൂടി ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം കൂടി ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വഴി കൈവരിക്കുന്നുണ്ട്. നമ്മുടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കേരള ഗ്രോ എന്ന ഏകീകൃത ബ്രാൻഡിൽ കൊണ്ടുവന്ന് അതിൻ്റെ വിപണനം നടത്തുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. കേരള ഗ്രോ ബ്രാൻഡഡ് ഷോപ്പ് മുഖേന കർഷകർ ഉൽപ്പാദിക്കുന്ന വിവിധ വിളകളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് വിപണനം നടത്തുന്നത്. നാളികേരത്തിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുണ്ട്, നെല്ല്, അരി, ഗോതമ്പ്, റാഗി, ചെറുധാന്യങ്ങൾ, മറ്റ് ചെറുധാന്യങ്ങളുടെയും തേന്, അതുപോലുള്ള എല്ലാ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും നമ്മൾ ഈ കേരള ഗ്രോ ബ്രാൻഡഡ് ഷോപ്പ് മുഖേന വിപണനം നടത്തും. സഞ്ചരിക്കുന്ന വിൽപ്പന കേന്ദ്രത്തിന്റെ സേവനം ജില്ലയിലെ എല്ലാ പ്രധാന ഇടങ്ങളിൽ ലഭ്യമാകുമെന്നും ഇവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി ഒരു വിദ്യാലയത്തിൽ FM റേഡിയോ പ്രോഗ്രാം തുടങ്ങി. മഞ്ചേശ്വരം ഉദയ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് FM റേഡിയോ പ്രോഗ്രാം ആരംഭിച്ചത്. കുട്ടികൾക്ക് മികവാർന്ന അനുഭവം പകർന്നു നൽകുന്ന ഈ സംവിധാനം പഠനത്തിനും വിനോദത്തിനുമുള്ള പുതിയൊരു മാർഗമാണ്. അധ്യാപകനും എഴുത്തുകാരനും സംഗീത സംവിധായകനുമായ ഗണേഷ് പ്രസാദ് നായിക് റേഡിയോ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദയരാഗം FM റേഡിയോ എന്ന പേരിലാണ് മഞ്ചേശ്വരം ഉദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ റേഡിയോ പ്രോഗ്രാം ആരംഭിച്ചത്. കുട്ടികൾക്ക് മികവാർന്ന അനുഭവം പകർന്നു നൽകുന്നതിനായി സ്കൂളിൻ്റെ ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ സ്കൂളിലെ വിവിധ ക്ലബ്ബുകൾ സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളും സൃഷ്ടികളുമാണ് സംപ്രേഷണം ചെയ്യുക. വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ മുതൽ വിദ്യാഭ്യാസപരമായ പ്രഭാഷണങ്ങൾ വരെ റേഡിയോ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ പദ്ധതി വിദ്യാർത്ഥികൾക്ക് പഠനത്തിനും വിനോദത്തിനും പുതിയൊരു മാർഗമൊരുക്കുന്നതാണ്. മഞ്ചേശ്വരം ഉദയ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു പുതിയ FM റേഡിയോ പ്രോഗ്രാമിലൂടെ അവരുടെ പരിപാടികൾ ആവിഷ്കരിക്കുകയാണ്. വിവിധ ക്ലബ്ബുകൾ സ്കൂളിൽ പ്രവർത്തിക്കുന്ന സോഷ്യൽ സയൻസ് അതുപോലെ ലാംഗ്വേജ് തുടങ്ങിയ വിവിധ ക്ലബ്ബുകളുണ്ട്. ആ ക്ലബ്ബുകളുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ വിദ്യാർത്ഥികൾ റേഡിയോ പ്രോഗ്രാമിലൂടെ അവതരിപ്പിക്കുന്ന പുതുമയാർന്ന ഒരു പരിപാടിയാണ് ഉദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചിരിക്കുന്നത്. അധ്യാപകനും എഴുത്തുകാരനും സംഗീത സംവിധായകനുമായ ഗണേഷ് പ്രസാദ് നായിക് റേഡിയോ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ വിദ്യാർത്ഥിനികളായ നഫീസത്ത് ഫിദ, ഫാത്തിമത്ത് മൂസിന എന്നിവർ റേഡിയോ ജോക്കിമാരായി. Fida, are you ready to dive into the pronunciations, uncle? Ready as ever, Musina. Starting off with the fan favorite, Wednesday. Now everyone, don't let that sneaky D fool you. It's pronounced Wednesday, not Wednesday. Just ignore that D like you ignore text from your mom when she is asking if you cleaned your room. പ്രിൻസിപ്പൽ ജെറാൾഡ് ഐവാൻ ക്രാസ്ത, ക്യാമ്പസ് ഡയറക്ടർ ഫാദർ സന്തോഷ് ഡിസൂസ എന്നിവരുടെ നേതൃത്വത്തിൽ ടീച്ചർമാരും വിദ്യാർത്ഥികളും ചേർന്നാണ് റേഡിയോ പരിപാടികൾ ക്രമീകരിക്കുന്നത്. ആദ്യ സംപ്രേഷണം വിദ്യാർത്ഥികൾ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. ഉദയരാഗം FM റേഡിയോ ആരംഭിച്ചത് സ്കൂളിൻ്റെ വികസന വഴിയിലെ മറ്റൊരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ്. അബ്ദുൽ-റഹ്മാൻ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കുഞ്ചത്തൂർ ജമാഅത്ത് പള്ളിയുടെ അധീനതയിലുള്ള മദനുൽ ഉലൂം മദ്രസ സമസ്ത വിദ്യാഭ്യാസ ബോർഡിനാൽ അംഗീകരിക്കപ്പെട്ടതിൻ്റെ 50-ാം വാർഷിക നിറവിൽ 4 ദിവസത്തെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് മദനുൽ ഉലൂം മദ്രസയിൽ വർണ്ണാഭമായ പരിപാടികളോടെ തുടക്കമായി. വെള്ളിയാഴ്ച നടക്കുന്ന സുവർണ ജൂബിലി ഗ്രാൻഡ് മീറ്റ് സയ്യിദുൽ ഉലമ അസയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഏകദേശം 150 വർഷം പഴക്കം കൽപ്പിക്കുന്ന കുഞ്ചത്തൂർ ജമാഅത്ത് പള്ളിയുടെ അധീനതയിലുള്ള മദനുൽ ഉലൂം മദ്രസ സമസ്ത വിദ്യാഭ്യാസ ബോർഡിനാൽ അംഗീകരിക്കപ്പെട്ടതിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന ആഹ്ലാദവേളയിലാണ് ഇപ്പോൾ. ആലിക്കുട്ടി ഉപ്പാപ്പ എന്ന പൗരപ്രമുഖൻ സ്വന്തം സ്ഥലത്ത് സ്വന്തം ചെലവിൽ നിർമ്മിച്ചതാണ് ഇവിടത്തെ ആദ്യ പള്ളി. പിന്നീട് 1957 ജുമാ സ്ഥാപിക്കപ്പെടുന്നതുവരെ ഉദ്യാവരം 1000 ജമാഅത്തിൻ്റെ കീഴിലാണ് ഈ പള്ളി നടന്നു വന്നത്. ജുമാ നിസ്കാരം സ്ഥാപിക്കപ്പെട്ടത് മുതൽ സ്വതന്ത്രമായാണ് പള്ളിയുടെ പ്രവർത്തനം. 1960കളിലാണ് ഇവിടെ മദ്രസ സ്ഥാപിക്കപ്പെട്ടത്. 1974 സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ അംഗീകരിക്കപ്പെട്ടു. ഇതിൻ്റെ ഭാഗമായുള്ള 4 ദിവസത്തെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് മദനുൽ ഉലൂം മദ്രസയിൽ വർണ്ണാഭമായ പരിപാടികളോടെ തുടക്കമായി. രാവിലെ 7 മണിക്ക് ജമാഅത്ത് അധ്യക്ഷൻ സയ്യിദ് ചക്കുരു പതാക ഉയർത്തിയതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന പൊതുപരിപാടി മഞ്ചേശ്വരം സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് സയ്യിദ് അത്താവുല്ല തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പള്ളി പ്രസിഡന്റ് സയ്യിദ് ചക്കുരു അധ്യക്ഷത വഹിച്ചു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് മുഖ്യാതിഥിയായിരുന്നു. 50 വർഷം ഗംഭീരമായി ആഘോഷിക്കാൻ ഒരു തീരുമാനമെടുത്തപ്പോൾ തീർച്ചയായും ഈ വേദിയിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ മഹല്ലുകളും ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഈ ശ്രമത്തെ മാതൃകയായി നമ്മൾ കൊണ്ടാടണമെന്നാണ് സാന്ദർഭികമായി ഈ വേദിയിൽ പറയാറുള്ളത്. നമുക്കൊക്കെ അറിയാം, ഇന്ത്യയിൽ ജനസംഖ്യാനുപാതികമായി മുസ്ലിമീങ്ങൾ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമല്ല കേരളം. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ലോഗോ പ്രകാശനം MLA നിർവഹിച്ചു.
ഡോക്ടർ കെ എ ഖാദർ, മൊയ്തീൻ കുഞ്ഞി, മൊയ്തീൻ പ്രിയ, ഉസ്മാൻ കുഞ്ചത്തൂർ, എസ് കെ ഹനീഫ്, ബാവ കെ കെ, അബ്ദു ഹാജി, അബൂബക്കർ ബാവ, നിസാമിയം, എ കെ കുഞ്ഞുമോനു തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. മസ്ജിദ് ഖത്തീബ് ഹാഷിർ ഹമീദി സ്വാഗതം പറയുകയും ആശംസകൾ നേരുകയും ചെയ്തു. തുടർന്ന് വേദിയിൽ സുബൈർ മാസ്റ്ററുടെയും സംഘത്തിൻ്റെയും കഥാപ്രസംഗാവതരണം നടന്നു. 4 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ വ്യാഴാഴ്ച അസ്തമിക്കുന്ന വെള്ളിയാഴ്ച രാത്രി 8 നടക്കുന്ന നൂർ അജ്മീർ മജ്ലിസിന് ഉസ്താദ് വലിയുദ്ദീൻ ഫൈസി നേതൃത്വം നൽകും. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 നടക്കുന്ന സുവർണ ജൂബിലി ഗ്രാൻഡ് മീറ്റ് സയ്യിദുൽ ഉലമ അസൈദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സമാപന ദിവസമായ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കും. അബ്ദുൽ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാഞ്ഞങ്ങാട് കൊളവയൽ പൊയ്യക്കരയിലെ വിസ്മയ കാഴ്ചയായി ഗംഗാധരൻ്റെ ചീരപ്പാടം. പൊയ്യക്കരയിലെ 20 സെന്റ് സ്ഥലത്താണ് ഗംഗാധരൻ ചീര വിളയിച്ചത്. കൊളവയൽ പൊയ്യക്കരയിൽ വിസ്മയമായി എം ഗംഗാധരന്റെ ചീരപ്പാടം. പൊയ്യക്കരയിലെ 20 സെന്റ് സ്ഥലത്ത് കാലാവസ്ഥ അനുകൂലമല്ലാതിരുന്നിട്ടും ചീര വിളയിച്ചിരിക്കുകയാണ് ഗംഗാധരൻ. ഈ വർഷത്തെ ചീരകൃഷിക്ക് നല്ല വിളവ് ലഭിച്ചിട്ടുണ്ട്. ചാണകവളം, കോഴിവളം എന്നീ ജൈവവളങ്ങളാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. പുലർച്ചെ 3 മണിക്ക് ചീര വിളവെടുപ്പ് തുടങ്ങും. 4 മണിയോടെ കൃഷിയിടത്തിൽ ചീര വാങ്ങാൻ ആളുകളെത്തും. 250ഓളം കെട്ട് ചീര വിളവെടുപ്പിലൂടെ ലഭിക്കും. ഗംഗാധരനോടൊപ്പം ഭാര്യ കുമാരിയും കൃഷിയിടത്തിൽ സഹായിയായുണ്ട്. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU കൊളവയൽ ഡിവിഷൻ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവും കൂടിയാണ് ഗംഗാധരൻ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോക മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് ഹൊസ്ദുർഗ് ജില്ലാ ജയിലിലെ അന്തേവാസികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഹൊസ്ദുർഗ് ജില്ലാ ജയിലിൻ്റെയും ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. ഹോസ്ദുർഗ് ജില്ലാ ജയിലിന്റെയും ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഹോസ്ദുർഗ് ജില്ലാ ജയിലിലെ അന്തേവാസികൾക്കായി മനുഷ്യാവകാശത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ലോക മനുഷ്യാവകാശ ദിനത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യ ചെയർമാൻ മോഹൻദാസ് വയലാംകുഴി ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജയിൽ സൂപ്രണ്ട് സൂരജ് VV അധ്യക്ഷത വഹിച്ചു. കേരള ഹൈക്കോടതി അഭിഭാഷകനും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം, പ്രധാനമന്ത്രി ആവാസ് യോജന എന്നീ പദ്ധതികളുടെ കാസർഗോഡ് ജില്ലാ ഓംബുഡ്സ്മാനുമായ അഡ്വക്കേറ്റ് നസീർ VA ക്ലാസ് കൈകാര്യം ചെയ്തു. ലോകത്താകമാനം നടക്കുന്ന മനുഷ്യാവകാശ ധ്വംസനത്തെക്കുറിച്ചും ഓരോരുത്തരുടെയും വീടുകളിൽ നടക്കുന്ന മനുഷ്യാവകാശ ധ്വംസനത്തെക്കുറിച്ചും ക്ലാസ് എടുക്കുകയും അന്തേവാസികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയുമാണ് ക്ലാസ് അവസാനിപ്പിച്ചത്. KMCT ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കുറ്റിപ്പുറം സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളായ മുഹമ്മദ് അസീം M, അലി ഇമ്രാൻ KS, ഹരിശങ്കർ R, മുബീൻ MM എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വനിതാ അസിസ്റ്റന്റ് സൂപ്രണ്ട് പ്രമീള M സ്വാഗതവും അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ജയാനന്ദൻ U നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 1987 നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ CPM പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ട ചീമേനിയിൽ രക്തസാക്ഷികൾക്കായി നിർമ്മിച്ച സ്മാരക മന്ദിരം ഡിസംബർ 15 വൈകുന്നേരം 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി CPM നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 37 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ചീമേനി രക്തസാക്ഷികൾക്ക് സ്മാരകമൊരുങ്ങിയത്. ഡിസംബർ 15 വൈകുന്നേരം 4 മണിക്ക് ചീമേനിയിൽ നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും. സ്മാരക ഹാൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രനും ലൈബ്രറി CH കുഞ്ഞമ്പു MLAയും രക്തസാക്ഷി കുടുംബങ്ങളെ ആദരിക്കൽ മുൻ MP P കരുണാകരനും ഹാളിലെ ഫോട്ടോ അനാച്ഛാദനം M രാജഗോപാലൻ MLAയും നിർവഹിക്കും. 2025 മാർച്ചിൽ രക്തസാക്ഷിത്വ വാർഷിക ദിനത്തിൽ സ്മരണിക പുറത്തിറക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്മാരകം പണിയെടുപ്പിച്ച് വന്നത് നമ്മൾ ആലോചിച്ചിരുന്നു. വേണ്ടത്ര അക്കാലത്ത് പ്രതികരിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ശക്തമായിട്ടും അവിടെ സഹാക്കൾ ഭരിച്ചു വീണ സ്ഥലത്ത് തന്നെ ഈ സ്മാരകം പോകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അതിനെ കെട്ടിടം പണി തീരുകയും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് 19 സെന്റ് സ്ഥലമാണ് കുടുംബപ്പള്ളിയിലെ ഭാഗമായി നമുക്ക് അത്യാവശ്യം വേണ്ടിയിട്ട് കിട്ടിയത്. ആ സ്ഥലത്താണ് ഇപ്പോൾ കെട്ടിടം പൂർത്തീകരിച്ച് വരുന്നത്. ആ കെട്ടിടത്തിൻ്റെ പണി എല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ജനാർദ്ദനൻ, ജില്ലാ കമ്മിറ്റി അംഗം K സുധാകരൻ, ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി മാധവൻ മണിയറ, P കമലാക്ഷൻ, K ബാലകൃഷ്ണൻ, MK നളിനാക്ഷൻ, VV ജനാർദ്ദൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
വിനോദസഞ്ചാര മേഖലയിലെ അനന്ത സാധ്യതകൾ ലക്ഷ്യമിട്ട് ഉത്തരവാദിത്വ ടൂറിസം നടപ്പിലാക്കുവാൻ കാസർഗോഡ് ജില്ലാ കുടുംബശ്രീ മിഷൻ തീരദേശ പഞ്ചായത്ത് പരിധിയിലെ അയൽക്കൂട്ടങ്ങളിലെ അംഗങ്ങളെ പങ്കെടുപ്പിച്ച് 3 ദിവസങ്ങളിലായി വലിയ പറമ്പിൽ തീരസംഗമം നടത്തും. ഡിസംബർ 13 മുതൽ 15 വരെ നടക്കുന്ന സംഗമത്തിൽ തീരമേഖലയിലെ അയൽക്കൂട്ടങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കും. കടലോളം ഒരുമയുടെ തീരസംഗമം എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടിയുടെ ഭാഗമായി തൃക്കരിപ്പൂർ, പടന്ന, വലിയ പറമ്പ്, അജാനൂർ, പള്ളിക്കര, ഉദുമ, ചെമ്മനാട്, കുമ്പള, മംഗൽപാടി, മഞ്ചേശ്വരം പഞ്ചായത്തുകളിലെയും കാസർഗോഡ് നഗരസഭയിലെയും 2000-ൽ പരം കുടുംബശ്രീ അംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുക്കും. വലിയ പറമ്പ് കോണിഷ് ബീച്ചിലാണ് സംഗമം നടത്തുന്നത്. വലിയ പറമ്പിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കായി ഹോം സ്റ്റേ ഒരുക്കുന്നതിനുള്ള പരിശീലനവും തീരസംഗമത്തിന്റെ ഭാഗമായി നടക്കും. ഡിസംബർ 13 രാവിലെ വലിയ പറമ്പ് പാലം പരിസരത്ത് നിന്നും തീരസംഗമ നഗരിയിലേക്ക് കുടുംബശ്രീ അംഗങ്ങൾ നയിക്കുന്ന ഘോഷയാത്ര നടക്കും. എം രാജഗോപാലൻ MLA സംഗമം ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ അധ്യക്ഷത വഹിക്കും. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ മുഖ്യാതിഥിയായിരിക്കും. ഹോം സ്റ്റേ സംരംഭം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ലഹരിമുക്ത ക്ലാസ്, സിനിമാ പ്രദർശനം, കലാസന്ധ്യ എന്നിവ ആദ്യ ദിനത്തിൽ നടക്കും. 14 രാവിലെ നടക്കുന്ന സർഗമാല സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ക്ലാസിന് ശേഷം ഉച്ചയ്ക്ക് സംരംഭകരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. ഉച്ചകഴിഞ്ഞ് ഫിഷറീസ് സെമിനാർ നടക്കും. തുടർന്ന് ഡിസാസ്റ്റർ സെമിനാർ, രംഗശ്രീ ഔട്ട്ഡോർ സ്കിറ്റ്, കലാസന്ധ്യ എന്നിവ നടക്കും. 15 രാവിലെ ആദരം, ബാലസഭ, വയോജന സംഗമം എന്നിവ നടക്കും. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്യും. സിനിമ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ മുഖ്യാതിഥിയായിരിക്കും. ഉച്ചകഴിഞ്ഞ് സമാപന സമ്മേളനവും വിവിധ കലാപരിപാടികളും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ TT സുരേന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ, ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ D ഹരിദാസ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഖാദർ പാണ്ഡ്യാല, വലിയ പറമ്പ് കുടുംബശ്രീ CDS അധ്യക്ഷ EK ബിന്ദു, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ E രത്നേഷ്, M കൃപ്ന എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ജില്ലയിലെ കാഴ്ച പരിമിതർക്കായി ബ്രെയിൽ സാക്ഷരതാ പദ്ധതി ആരംഭിച്ചു. സാക്ഷരതാ മിഷന്റെയും കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ്സിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിലെ കാഴ്ച പരിമിതർക്കായി സാക്ഷരതാ മിഷന്റെയും കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ബ്രെയിൽ സാക്ഷരതാ പദ്ധതി ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ബ്രെയിലി സാക്ഷരതാ പഠിതാവും ബ്ലൈൻഡ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയുമായ K നാരായണന് പഠനോപകരണങ്ങൾ നൽകി ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. 40 പേരാണ് ക്ലാസ്സിലുള്ളത്. ക്ലാസുകൾ എല്ലാ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലുമായി കാസർഗോഡ് അന്ധവിദ്യാലയത്തിലാണ് നടത്തുന്നത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് SN സരിത അധ്യക്ഷത വഹിച്ചു. ബ്ലൈൻഡ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സതീശൻ മാസ്റ്റർ ബേവിഞ്ച പദ്ധതി വിശദീകരിച്ചു. സാക്ഷരതാ മിഷൻ സംസ്ഥാന കോർഡിനേറ്റർ TV ശ്രീചൻ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ M മനു, K ശകുന്തള, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M മധുസൂദനൻ, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ രഘുറാം ഭട്ട്, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ആര്യ P രാജ്, ബ്ലൈൻഡ് സ്കൂൾ പ്രധാനാധ്യാപിക K ഓമന ടീച്ചർ, ബ്ലൈൻഡ് അസോസിയേഷൻ ഭാരവാഹികളായ K നാരായണൻ, ഉമേശൻ മാസ്റ്റർ, ജില്ലാ സാക്ഷരതാ സമിതി അംഗങ്ങളായ KV രാഘവൻ മാസ്റ്റർ, TMA കരീം, ബ്രെയിൽ സാക്ഷരതാ അധ്യാപകരായ K തമ്പാൻ, P ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ PN ബാബു സ്വാഗതവും ബ്രെയിൽ സാക്ഷരതാ ടീച്ചർ വൃന്ദ നന്ദിയും പറഞ്ഞു. തുടർന്ന് പഠിതാക്കളുടെ കലാപരിപാടികൾ നടന്നു. 5 മാസമാണ് ക്ലാസിൻ്റെ കാലാവധി. ബ്രെയിലി ലിപിയിൽ കാഴ്ച പരിമിതിയുള്ളവരെ അച്ചിലൂടെ അക്ഷരം എഴുതുവാനും വായിക്കുവാനും പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഈ വർഷത്തെ ബിസിനസ് കേരള എക്സലൻസ് അവാർഡ് അൽ റുബൈക്ക് ആരോഗ്യകരവും സമൃദ്ധവുമായ ചേരുവകളാൽ നിർമ്മിതമായ അൽ റുബ ചിക്കൻ മസാല കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ ഉപഭോക്താക്കളുടെ പ്രീതി പിടിച്ചു പറ്റിയ ഉൽപ്പന്നമാണ്. ബിസിനസ് കേരളയുടെ ഈ വർഷത്തെ എക്സലൻസ് അവാർഡ് അൽ റുബ ചിക്കൻ മസാലയ്ക്ക് ലഭിച്ചു. കേരളത്തിൻ്റെ തനതായ രുചി എല്ലാവർക്കും എന്ന ശീർഷകത്തിൽ ആരോഗ്യകരവും സമൃദ്ധവുമായ ചേരുവകളാൽ നിർമ്മിതമായ അൽ റുബ ചിക്കൻ മസാല കുറഞ്ഞ കാലയളവിൽ തന്നെ ഉപഭോക്താക്കളുടെ പ്രീതി പിടിച്ചുപറ്റിയ ഉൽപ്പന്നമാണ്.
യാതൊരുവിധ കെമിക്കലുകളോ പ്രിസർവേറ്ററുകളോ ചേർക്കാതെ ശുദ്ധമായി തയ്യാറാക്കിയ മസാലക്കൂട്ടാണ് അൽ റുബയുടെ പ്രത്യേകത. കോഴിക്കോട് ട്രേഡ് സെന്ററിൽ വെച്ച് നടന്ന ബിസിനസ് കേരള ഗൾഫ് ഇന്ത്യൻ ട്രേഡ് എക്സ്പോയിൽ അൽ റുബ മാനേജിംഗ് ഡയറക്ടർ മുനീർ ബി, പ്രമുഖ ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് പി വിജയനിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി. ബിസിനസ് കേരള ഫൗണ്ടർ നൌഷാദ് ഇ.പി., കോ ഫൗണ്ടർ ഹാഷിർ അബ്ദുള്ള എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ബിസിനസ് കേരള എക്സലൻസ് അവാർഡ് കൂടി ലഭിച്ചത് അൽ റുബയ്ക്ക് ലഭിച്ച മറ്റൊരു വലിയ അംഗീകാരമായി മാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. UAE-യിൽ പൊതുമാപ്പ് ഡിസംബർ 31 അവസാനിക്കാനിരിക്കെ പൊതുമാപ്പ് ബോധവൽക്കരണവും സഹായവുമായി KMCC നേതാക്കൾ ദൈറയിലെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി. ഇളവ് പ്രയോജനപ്പെടുത്തുന്നവരെ സഹായിക്കുന്നതിനായി ദുബായ് KMCC സജീവമായി രംഗത്തുണ്ട്. സെപ്റ്റംബർ 1 ആരംഭിച്ച പൊതുമാപ്പ് ഒക്ടോബർ 31 അവസാനിക്കേണ്ടതായിരുന്നുവെങ്കിലും പൊതുമാപ്പ് സേവനം തേടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് ഡിസംബർ 31 വരെ നീട്ടുകയായിരുന്നു. ഇളവ് പ്രയോജനപ്പെടുത്തുന്നവരെ സഹായിക്കുന്നതിനായാണ് പൊതുമാപ്പ് ബോധവൽക്കരണവും സഹായവുമായി KMCC നേതാക്കൾ ദൈറയിലെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തിയത്. ഇന്ത്യൻ കൗൺസിൽ ജനറലിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ദുബായ് KMCC ആക്ടിംഗ് പ്രസിഡന്റ് KPA സലാം, സെക്രട്ടറിമാരായ റയീസ് തലശ്ശേരി, അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ, ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി, ജനറൽ സെക്രട്ടറി ഹനീഫ് TR, അഷ്റഫ് തോട്ടോളി, സുബൈർ അബ്ദുള്ള, ഇബ്രാഹിം ബേരിക്കെ, ഫൈസൽ പട്ടേൽ എന്നിവർ നേതൃത്വം നൽകി. രേഖകൾ ശരിയാകുവാൻ ബാക്കിയുള്ളവർ രേഖകൾ എത്രയും പെട്ടെന്ന് ശരിയാക്കണമെന്ന് ദുബായ് KMCC ആക്ടിംഗ് പ്രസിഡന്റ് KPA സലാം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരുങ്കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുവരുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ നിർമ്മിച്ച കിഴക്കേ നടപ്പന്തൽ സമർപ്പിച്ചു. കഴകം നിർമ്മാണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ നടപ്പന്തൽ കഴകം തന്ത്രി തെക്കിനിയടത്ത് പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് സമർപ്പണം നടത്തി. ക്ഷേത്രം കോയ്മ കലിയാന്തിൽ പത്മനാഭ പൊതുവാളിൻ്റെയും കഴകം സ്ഥാനീകരുടെയും സാന്നിധ്യത്തിൽ ഭദ്രദീപം കൊളുത്തിയാണ് ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് നടപ്പന്തൽ സമർപ്പണം നടത്തിയത്. എൻ്റെ പൂർവികരായി പറഞ്ഞു തന്ന ആ പാരമ്പര്യത്തിനനുസരിച്ചുള്ള കർമ്മങ്ങളും ഇവിടുത്തെ പ്രാധാന്യവും നിലനിർത്തിക്കൊണ്ട് ഇന്ന് എല്ലാവരുടെയും കൂട്ടായ്മ കൊണ്ടും പ്രത്യേകിച്ച് ഇന്ന് നടത്തിപ്പുകാരും ഈ ദേശവാസികളും എല്ലാവരും സമഫലമായി ആ ഒത്തൊരുമ കൊണ്ട് മാത്രമാണ് ഈ മഹോത്സവത്തിൽ നിന്ന് നിങ്ങൾ തയ്യാറായി വരുന്നത്. പ്രത്യേകിച്ച് ഇവിടെ കുടികൊള്ളുന്ന ദേവീദേവന്മാരുടെ അനുഗ്രഹവും കാലാകാലത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളും എല്ലാം തന്നെ ഒരു ചൈതന്യവർദ്ധനവിന്റെ ഭാഗമാണ്. തുടർന്ന് കഴകം ഭണ്ഡാരപ്പുരയിൽ നടന്ന ചടങ്ങിൽ രാമവില്യം കഴകം പ്രസിഡന്റ് VV രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ CT കൃഷ്ണൻ, കൺവീനർ K രവീന്ദ്രൻ, രാമവില്യം കഴകം സെക്രട്ടറി T ഗംഗാധരൻ, പെരുങ്കളിയാട്ട സംഘാടക സമിതി ചെയർമാൻ KV ഗംഗാധരൻ, ജനറൽ കൺവീനർ PV കണ്ണൻ മാസ്റ്റർ, KV ശശികുമാർ, PV ശശിധരൻ, K ശശിധരൻ, V പത്മനാഭൻ, K കരുണാകരൻ, E പത്മിനി, MK പ്രസന്ന, K സുമിത്ര എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കൊളവയൽ കാറ്റാടി AKG മന്ദിരം ഡിസംബർ 15 മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊളവയൽ കാറ്റാടിയിൽ CPIM കാറ്റാടി ഫസ്റ്റ്, സെക്കൻഡ് ബ്രാഞ്ചുകൾക്കും ജനശക്തി കലാവേദിക്കും ഗ്രന്ഥാലയത്തിനും വേണ്ടി പണിത കാറ്റാടി AKG മന്ദിരത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡിസംബർ 15 വൈകിട്ട് നിർവഹിക്കും. CPIM കഞ്ഞങ്ങാടി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് K രാജ്മോഹനൻ അധ്യക്ഷത വഹിക്കും. AKGയുടെ ഫോട്ടോ മുന്നം PP കരുണാകരൻ അനാച്ഛാദനം ചെയ്യും. EMS നായനാർ, സീതാറാം യെച്ചൂരി, കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളുടെ ഫോട്ടോ ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ അനാച്ഛാദനം ചെയ്യും. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KP സതീഷ് ചന്ദ്രൻ, CH കുഞ്ഞമ്പു MLA, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ P അപ്പുക്കുട്ടൻ, PK നിഷാന്ത്, ഏരിയ കമ്മിറ്റി അംഗം M പൊക്ലൻ, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, കൊളവയൽ ലോക്കൽ സെക്രട്ടറി K ഗംഗാധരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ, കൊളവയൽ ലോക്കൽ കമ്മിറ്റി അംഗം സന്തോഷ് കാറ്റാടി, വിപിൻ കാറ്റാടി, കാറ്റാടി സെക്കൻഡ് ബ്രാഞ്ച് സെക്രട്ടറി സുഭാഷ് കാറ്റാടി, ഫസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി SK സുർജിത്ത്, ജനശക്തി കലാവേദി വനിതാവേദി കൺവീനർ പൂമണി ശ്രീധരൻ എന്നിവർ സംസാരിക്കും. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കാറ്റാടി കുമാരൻ സ്വാഗതവും കൺവീനർ CH ബാബു നന്ദിയും പറയും. തുടർന്ന് ഗസൽ ഗായകൻ അലൂഷി പാടും. പരിപാടിയുടെ ഭാഗമായി ഡിസംബർ 22 പഴയകാല പ്രവർത്തകരെ ആദരിക്കുന്ന ആദര സമ്മേളനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MLAയുമായ P ജയരാജൻ ഉദ്ഘാടനം ചെയ്യും.
പരിപാടിയിൽ വിപിൻ കാറ്റാടി അധ്യക്ഷത വഹിക്കും. സുഭാഷ് കാറ്റാടി സ്വാഗതവും ടി മനോജ് കുമാർ നന്ദിയും പറയും. തുടർന്ന് വൈകിട്ട് കാറ്റാടി ജനശക്തി കലാവേദിയുടെ പ്രവർത്തകർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ഡിസംബർ 29 ഉച്ചയ്ക്ക് 1 മണിക്ക് സമൂഹ സദ്യയും നടക്കും. പരിപാടിയുടെ പ്രചരണാർത്ഥം ഡിസംബർ 8 വിളംബര ബൈക്ക് റാലി നടത്തിയിരുന്നു. വാർത്താസമ്മേളനത്തിൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കാറ്റാടി കുമാരൻ, കൺവീനർ CH ബാബു, സുഭാഷ് കാറ്റാടി, SK സുർജിത്ത്, M മനോഹരൻ, വിപിൻ കാറ്റാടി, സന്തോഷ് കാറ്റാടി, K കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കുരുക്ഷേത്ര സാംസ്കാരിക വേദി നിർമ്മിച്ച മടിക്കൈ കമ്മാരൻ സ്മാരക വഴിയോര വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. മഹിളാ മോർച്ച ദേശീയ സമിതി അംഗം ML അശ്വിനി സമർപ്പണം നിർവഹിച്ചു. BJP നേതാവായിരുന്ന മടിക്കൈ കമ്മാരന്റെ 7ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം മുത്തപ്പൻതറ കുരുക്ഷേത്ര സാംസ്കാരിക വേദി നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. മഹിളാ മോർച്ച ദേശീയ സമിതി അംഗം ML അശ്വിനി സമർപ്പണ ചടങ്ങ് നിർവഹിച്ചു. യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് A സുദേശ് അധ്യക്ഷത വഹിച്ചു. BJP കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത്, BJP അജാനൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ മാവുങ്കാൽ, അജയ്കുമാർ നെല്ലിക്കാട്ട്, CK വത്സൻ, M പ്രദീപ് കുമാർ, നഗരസഭാ കൌൺസിലർ അശോക് കുമാർ, BMS ജില്ലാ സെക്രട്ടറി KV ബാബു, M ബൽരാജ്, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് TV പ്രദീപ് കുമാർ, ക്ലബ്ബ് രക്ഷാധികാരി MP ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി A രൂപേഷ് സ്വാഗതവും ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് TV പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു. INTUC കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കാഞ്ഞങ്ങാട് ഡിവിഷണൽ ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി PV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. അടിക്കടി വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ചാർജ് വർധനവിനെതിരെ INTUC കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ DCC ജനറൽ സെക്രട്ടറി PV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് M കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അശോക് ഹെഗ്ഡെ, P ബാലകൃഷ്ണൻ, PV ചന്ദ്രശേഖരൻ, PV ബാലകൃഷ്ണൻ, പത്മനാഭൻ പുല്ലൂർ, രാജൻ തെക്കേക്കര, K സുകുമാരൻ, ഗോപാലകൃഷ്ണൻ MB, വിനീത് HR എന്നിവർ സംസാരിച്ചു. ചന്ദ്രൻ ഞാണിക്കടവ് സ്വാഗതവും അവിനാശ് വാഴുന്നോറടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജിന്നുമ്മയും കൂട്ടുപ്രതികളും ജാമ്യത്തിനായി ജില്ലാ കോടതിയിലേക്ക്. തെളിവെടുപ്പിനിടെ അന്വേഷണ സംഘം വിവിധ ജ്വല്ലറികളിൽ നിന്നും സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നുമായി കണ്ടെടുത്തത് 103 പവൻ സ്വർണം. കാസർഗോഡ് ആദൂർ മൂലടുക്കത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ട സംഭവത്തിൽ ദുരൂഹത. മകന്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് മാതാവിന്റെ മൊഴി. വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടത്തും. കേരള ഗ്രോ ബ്രാൻഡ് ചെയ്ത ഉൽപ്പന്നങ്ങളുടെ സഞ്ചരിക്കുന്ന വിൽപ്പന കേന്ദ്രത്തിന്റെ പ്രവർത്തനോദ്ഘാടനം കാസർഗോഡ് കളക്ടറേറ്റ് പരിസരത്ത് നടന്നു. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി ഒരു വിദ്യാലയത്തിൽ FM റേഡിയോ പ്രോഗ്രാം. മഞ്ചേശ്വരം ഉദയ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് FM റേഡിയോ പ്രോഗ്രാം ആരംഭിച്ചത്. കുഞ്ചത്തൂർ മഅ്ദിനുൽ ഉലൂം മദ്രസ സമസ്ത വിദ്യാഭ്യാസ ബോർഡിനാൽ അംഗീകരിക്കപ്പെട്ടതിന്റെ 50ാം വാർഷിക നിറവിൽ 4 ദിവസത്തെ ആഘോഷങ്ങൾക്ക് തുടക്കം. കാഞ്ഞങ്ങാട് കൊളവയൽ പൊയ്യക്കരയിലെ വിസ്മയ കാഴ്ചയായി ഗംഗാധരന്റെ ചീരപ്പാടം. പൊയ്യക്കരയിലെ 20 സെന്റ് സ്ഥലത്താണ് ഗംഗാധരൻ ചീര വിളയിച്ചത്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.